ലോഡിക്കേറ്റർ. നമ്മൾ ലോഡിക്കേറ്റർ ഓൺ ചെയ്യുമ്പോൾ ഹാർഡ് ലോക്ക് ഇട്ടതിന് ശേഷം മാക് S3 എന്ന് പറഞ്ഞ ലോഡിക്കേറ്ററാണ് നമ്മൾക്കുള്ളത്. ഇതാണ് മാക് S3. ഓക്കെ, ഇപ്പോൾ വരുന്നുള്ളത് ടൈമർ. അപ്പോൾ കമ്പനിയിൽ നിന്ന് പ്ലാൻ വരിക ഈ EDI ഫയലാണ്. EDI ഫയലായിട്ടാണ് കമ്പനിയിൽ നിന്ന് പ്ലാൻ വരിക ആദ്യം നമുക്ക്. ഓക്കെ, ആദ്യം നമുക്ക് ബോംബെ നിന്നൊരു പ്ലാൻ അയച്ചു തരും റഫായിട്ട് പോർട്ടിൽ ഇറങ്ങുന്നതിന് മുന്നിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ, ഇപ്പോൾ ലോഡിക്കേറ്റർ വന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് പോർട്ടിൽ ടാങ്ക് കണ്ടീഷൻ ആദ്യം വന്നു. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ പോയിട്ട് ഓപ്പൺ പോവുക. ചീഫ് ഓഫീസർ സേവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, ലാൻഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടാങ്ക് എടുക്കണം. ഉള്ളെടുത്താലും പ്രശ്നമല്ല, ഏതെടുത്താലും പ്രശ്നം. ഡെസ്ക്ടോപ്പ് എടുക്കുക. ലാൻഡ് ഓപ്പൺ ചെയ്യുക. ലാൻഡ് ചീഫ് ഓഫീസർ ഓപ്പൺ ചെയ്യുക. ലാസ്റ്റ് ചീഫ് ഓഫീസർ ഔട്ട്. ഡിപ്പാർച്ചർ റിപ്പോർട്ട് നമ്മൾ ഇതിൽ പുള്ളി ഫോൾഡറിൽ ഓൾറെഡി ഇപ്പോൾ പ്രീവിയസ് വോയിസ് ലോഡിങ് കാണണം. 21 കാണണില്ല. അപ്പോൾ പുള്ളിൻ്റെ ഓൾറെഡി ടാങ്ക് കണ്ടീഷൻ. അപ്പോൾ മൊത്തമായിട്ട് അങ്ങ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പോർട്ടിൽ ചെയ്ത് കിട്ടും. ഓക്കെ, ഇതിപ്പോൾ സേവ് ചെയ്ത് ഇതാണ് ഓപ്പൺ ചെയ്തതെന്ന് വിചാരിച്ചു. ലാസ്റ്റ് പോർട്ടിൽ ടാങ്ക് കണ്ടീഷനും കാർഗോവും ഇതൊക്കെ മൊത്തമായിട്ട് വന്നു. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലാനറ്റ്. ഇനി നമുക്ക് ഇപ്പോൾ ടാങ്ക് കണ്ടീഷൻ സീക്വൻസ്. ട്രാൻസ് ഓക്കെ. അപ്പോൾ ആദ്യം മുതൽ ആ റീസ്റ്റോർ ഡിഫോൾട്ട്, ഇവിടെ അടിയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിൻഡോസ് പോയിട്ട് റീസ്റ്റോർ ഡിഫോൾട്ടിലായിട്ട് അടിച്ചാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ടാങ്കിൻ്റെ ഇതെല്ലാം റിപ്പോർട്ടെല്ലാം കിട്ടിയത്. ഓക്കെ, ആദ്യം ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ റീസ്റ്റോർ ഡിഫോൾട്ട് അടിച്ചാണ് നമുക്ക് ടാങ്കിന് കണ്ടെയ്നർ. അങ്ങനെ നമ്മൾ ആദ്യം ഒരു പ്ലാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് പോർട്ടിൻ്റെ ടാങ്ക് കണ്ടീഷന് ഓപ്പൺ ചെയ്യുക. ആ EDI ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഓൾ ആക്കുക. ഡെസ്ക്ടോപ്പ് എടുക്കുക. ഡെസ്ക്ടോപ്പിൽ നമ്മൾ സേവ് ചെയ്ത് സാധനം EDI ഫയൽ. ഇതാണ് EDI ഫയൽ. കാൺലയിലേക്കുള്ള EDI ഫയൽ. അത് ഓപ്പൺ ചെയ്ത് കാൺലയെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിച്ചപ്പോൾ. ഓക്കെ, എന്നിട്ട് ഇവിടെ കാൺലടിക്കണം. ഇവിടെ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പോർട്ട് പിപ്പാവ് വരും. ഓക്കെ, അത് നെക്സ്റ്റ് പോർട്ട് പിപ്പാവ് വന്നിട്ടില്ല. നമ്മൾ ടൂൾസ് പോയിട്ട് പോർട്ട് കോൾ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പോർട്ട് കോൾ ലിസ്റ്റ് ഇത് അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ പിപ്പാവ് ഡൗൺ ആക്കണം, ഡൗൺ ആക്കാം. പിപ്പാവ് അപ്പ് ആക്കണം, അപ്പ് ആക്കുക. എന്നിട്ട് ഓക്കെ അടിച്ചു കൊടുത്താൽ മതി. ആ പോർട്ട് കോൾ ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കണ്ടെയ്നറിലേക്ക് പോവുക. നമുക്ക് മനസ്സിലാവും ഇതുണ്ട്. അപ്പോൾ എന്നിട്ട് സ്റ്റാറ്റിക്സ് പോയി പോർട്ട് സമ്മറി എടുക്കുക. പോർട്ട് സമ്മറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണില്ല കൊച്ചിക്ക് എത്ര ലോഡിംഗ് ഉണ്ട്, ടൂട്ടിക്ക് എത്ര ലോഡിംഗ് ഉണ്ട്, പിപ്പാവിന്ന് കൊച്ചിക്ക് എത്ര ലോഡിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാം കിട്ടും. ഓൾ പോർട്ട്സ് ഡിസ്റ്റൻറ്റ്. ആ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെയിറ്റ് കിട്ടും. മെട്രിക് ടൺസ്. മുകളിലുള്ള 20 ഫീറ്റും അടിയിലുള്ള 40 ഫീറ്റും. 20 and 40. റീഫർ IMDG ഉണ്ട്, IMDG അങ്ങനെ എല്ലാ ഡീറ്റെയിലും കിട്ടും. ക്വാണ്ടിറ്റി അടിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ്സ് കിട്ടും. ഇവിടെ ടോട്ടൽ ഗ്രീനിലുള്ള ടോട്ടൽ. പിന്നെ സ്റ്റാറ്റിക്സിൽ പിന്നെ ഓപ്ഷനുകളുള്ള പോർട്ട് സമ്മറി, കാർഗോ ഇസ് ഇൻ TS. ഇത് ഓൺ ഡെക്ക് കാർഗോ, ബിലോ ഡെക്ക് കാർഗോ. ഇത് കൊച്ചിയിൽ മാത്രം ആവശ്യം വരും. കൊച്ചിയിൽ ഓൺ ഡെക്കും ബിലോ ഡെക്കും ടോട്ടൽ വെയിറ്റ് ചോദിക്കും. നമുക്ക് ഇത് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും റെഡ് ഉണ്ടോ നോക്കുക. റെഡ്, അപ്പോൾ റെഡ് ഒന്നുമില്ല. അപ്പോൾ എല്ലാം ഓക്കെയാണ്. GM ഉണ്ട് 1.93, ട്രിം 1.94. ലിസ്റ്റ് ഉണ്ട്. ലിസ്റ്റ് സെറ്റ് ചെയ്ത് നമ്മൾ ടാങ്ക് പോയിട്ട് ഇതാണ് ആൻറ്റി ഹീലിംഗ് ടാങ്ക്സ് 5. അപ്പോൾ ഇത് 2 സെലക്ട് ചെയ്യുക. എന്നിട്ട്
അഡ്ജസ്റ്റ് എടുത്തിട്ട് ഷിഫ്റ്റ് ഉള്ളി എടുത്തിട്ട് അഡ്ജസ്റ്റ് എടുക്കുക. അഡ്ജസ്റ്റ് എടുക്കുക, ഡൺ. ഓക്കെ, വേണ്ട. ഇപ്പോൾ നമുക്ക് ലിസ്റ്റ് 0 ആയി. ഓക്കെ, മാക്സിമം വെയിറ്റ്. ഇതിൽ പിന്നെ വേറെ ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ വേണ്ട, 1.0 ഇത് വേണമെങ്കിൽ മാറ്റാം. നമ്മളെ ഡെൻസിറ്റി പോർട്ടിലേക്ക് അന്നേരം ഇതാക്കാം. ട്രോപ്പിക്കൽ, വിൻ്റർ, ഫ്രഷ്, സമ്മർ. ഇപ്പോൾ ട്രോപ്പിക്കൽ സീസൺ ആയതുകൊണ്ട് നമ്മൾ ട്രോപ്പിക്കൽ ഇട്ടാണ്. പിന്നെ കോൺഫിഗറിൽ ഇതെല്ലാം നമ്മൾ സാധനം സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഡീറ്റെയിൽ എല്ലാം നമുക്ക് വരും. പിന്നെ വേറെ ഇതിൽ ചെയ്തിട്ട് മറ്റേ ലോഡിങ്. ഇപ്പോൾ വ്യൂയിങ്ങിലാണ്. ഇപ്പോൾ കണ്ടെയ്നർ പോയിട്ട് ഞാൻ കണ്ടെയ്നർ പോയിട്ട് എനിക്ക് ലോഡ് ചെയ്യണം. എക്സ്ട്രാ കണ്ടെയ്നർ ലോഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യാം എത്ര വെയിറ്റ് എന്നല്ല. ഇപ്പോൾ 30 വെയിറ്റ് ഇട്ടിട്ട് എനിക്കിവിടെ 30 വെയിറ്റ് ആക്കി. 20 ഫീറ്റ് അല്ലെങ്കിൽ 40 ഫീറ്റ്. 20 ഫീറ്റ് ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കിവിടെ ഇങ്ങനെ ഇടാം. നെക്സ്റ്റ് പോട്ട് ഏതെങ്കിലും പോട്ട് ഓഫ് ലോഡ് ഇപ്പോൾ കാണിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇത് വരും. അതിനനുസരിച്ച് ഡ്രാഫ്റ്റ് ഇങ്ങനെ മാറിയെടുക്കും. സ്റ്റാക്ക് വെയിറ്റ് എക്സീഡ് അങ്ങനെ വരും. ഓക്കെ, ഇപ്പോൾ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ വരിക, ഈ ലോഡിങ്ങിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ സാധനം എടുക്കുക, എന്നിട്ട് ഒഴിവാക്കുക. അങ്ങനെ ഓക്കെ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ പിയർ ഇത് നമുക്ക് ഒരുമിച്ച് ലോഡ് ചെയ്യേണ്ട സാധനങ്ങളിത്. ഡിസ്ചാർജ്, കീപ് ലോഡിങ്, വ്യൂയിങ്ങിലാണ് പ്ലാനിങ്ങിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളാണുള്ളത്. ഇപ്പോൾ വ്യൂയിങ്ങിലിട്ടോ, ഇപ്പോൾ എനിക്ക് ഈ കണ്ടെയ്നർ മൂവ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ സാധനം ഈ ഒരു ഇതുണ്ടാകും റെക്ടാങ്കിൾ പോലത്തെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇതാ ഇവിടെ മൂവായി. 40 ഫീറ്റ് കണ്ടെയ്നേഴ്സാണ് ഇത്. അല്ല, ഇവിടെ ഇടുന്നേരം അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ഓക്കെ, 40 40 വരും, 20 വരും, ഓവറോൾ വ്യൂ. ഓക്കെ, ഇതെല്ലാം കൺട്രോൾ വെച്ചിട്ട് ഇതാണെങ്കിൽ എല്ലാം നമുക്ക് ഇങ്ങോട്ട് വലിച്ചിടാം. എല്ലാം ആണെങ്കിൽ ഇങ്ങോട്ട് വലിച്ചിടാം. ഒരുമിച്ച് ഡിസ്ചാർജ് ആണെങ്കിൽ കൺട്രോൾ സെല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്നു. സാറിന് ഇപ്പോൾ ഈ കാർഗോ എല്ലാം എനിക്ക് ഇവിടത്തേക്ക് കയറ്റണം. ഞാൻ ഇവിടെ എല്ലാം സെലക്ട് ചെയ്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാക്ക് വെയിറ്റ് എക്സീഡ് ആണ്ട് വരുന്നില്ല. ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് ഇവിടെ ഇട്ട് പോയി 284 ഇട്ടു. അങ്ങനെ ലോഡ് ചെയ്യണമെങ്കിൽ കാർഗോ പിയർ. ഓക്കെ, അങ്ങനെയുള്ള അതിന് കണ്ടുപിടിക്കുക. ഈ മുകളിലുള്ള സാധനം ഇത് ഓവർവ്യൂ, ഇത് ട്വിൻ ബേ സിംഗിളായിട്ട് കാണും. അങ്ങനെ പിന്നെ പറഞ്ഞാൽ ഇതിലെ ഓപ്ഷൻ പ്ലാനിങ്, ടൂൾസ്, പോർട്ട് കോൾസ്. നമുക്ക് ഓരോ കോഡുകൾ കിട്ടും ഓരോ രാജ്യത്തുള്ള. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ വന്നാൽ IGH ഇന്ത്യ ഔട്ട് അല്ല, ഇന്ത്യൻ്റെ ഓരോ കൂട്ട് കിട്ടും. കൊച്ചി ആണെങ്കിൽ COP ഇങ്ങനെ കൂട്ടും. കാട്ടുപള്ളി, കൊച്ചി, ഇതാണ് കോഡ്. ഓരോ പോർട്ടിൻ്റെ കോഡുകളായതല്ലോ. അല്ല, IXY കാണില്ല. നേരത്തെ IXY കാണിച്ചതില്ല. അതായത് ഓക്കെ. പിന്നെ വേറെ എന്ത് ഇപ്പോൾ സേവ് ചെയ്യാൻ
കുറേ കോൺസ്റ്റൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് ഡെഡ് വെയിറ്റ് ഇതിൽ കിട്ടും. കോൺസ്റ്റൻസ് സ്റ്റോർ ആൻഡ് പ്രൊവിഷൻ 15, 5, 250 ആണ് നമ്മൾ മാക്സിമം വെക്കൽ. ടാങ്ക്സിൽ തന്നെ ഇതിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് നമുക്ക് ഡിസ്ചാർജ് ചെയ്യണം. ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, വോളിയം നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം, സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് വെക്കാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ലെവൽ വെച്ച് സെറ്റ് ചെയ്യാം, മെട്രിക് ടൺ വെച്ച് വെയിറ്റ് വെച്ച് സെറ്റ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസിലുണ്ട്. ടാങ്ക്, ഫ്യൂൽ ടാങ്ക്, ഫ്രഷ് വാട്ടർ, DO, ലൂബ് ഓയിൽ, ടാങ്ക്സ്. വെൽക്കോ നേരത്തെ കാണിച്ചു. ഡിസ്പ്ലേയിൽ പല സെറ്റിങ്ങാണ്. കളർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊച്ചിൻ്റെ കളർ സെലക്ട് ഏതാ കളർ വേണ്ടതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓക്കെ അടിച്ചു കൊടുത്താൽ മതി. ടെസ്റ്റ് വ്യൂവിൽ തന്നെ നമുക്ക് ആ പ്രിൻ്റ് എടുക്കുന്നവരല്ലോ ഹൊറിസോണ്ടൽ വ്യൂ. ആദ്യം റൈറ്റ് ടു ലെഫ്റ്റ് ഹൊറിസോണ്ടൽ അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ടിയേഴ്സ് ആദ്യം ബേ 1, 3 ഇപ്പുറത്ത് നിന്ന് തുടങ്ങണമെങ്കിൽ ഇപ്പോൾ റൈറ്റ് നിന്ന് തുടങ്ങണമെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് ഒക്കെ അങ്ങനെ. പോർട്ട് ഓപ്പറേഷൻ, ഡിസ്ചാർജ് ഔട്ട്, ഇമ്പോർട്ട് സ്പെഷ്യൽ, ഓരോ സിമ്പിൾസ് ഡിസ്പ്ലേയിൽ ഇത്രയൊക്കെയാണ്. പിന്നെ ഡിസ്പ്ലേയിൽ സ്റ്റാറ്റിങ്സ്, വിസിബിലിറ്റി, കണ്ടെയ്നേഴ്സ് ഇൻ സെറ്റിയേഴ്സ്, discharge and pipa, ഫ്ലാഷ് പ്ലാനിങ്. ഇപ്പോൾ നമ്മൾ PDF വഴി കോൺഫിഗറേഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഒരു ഫയല് ചീഫ് ഓഫീസർ ഇവിടെ സേവ് ചെയ്യുന്നുണ്ട്, ഒരു 5 പ്രിൻ്റ് ഔട്ട്. അപ്പോൾ PDF വഴി കോൺഫിഗറേഷനിൽ പോയിട്ട് ഇത് ജിതെന്ന് പറഞ്ഞാൽ ഞാൻ സേവ് ചെയ്ത സാധനമാണ്. അതിൻ്റെ അകത്ത് എനിക്ക് എന്തെല്ലാം വേണ്ടത്, കാർഗോ സമ്മറി ഇതെല്ലാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതെല്ലാം വരും. നമുക്ക് ടൂൾസ് പോയിട്ട് ഏതെല്ലാം വേണ്ടത്, റിപ്പോർട്ട് പോയിട്ട് ഏതെല്ലാം വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നമുക്ക് റിപ്പോർട്ട് സെറ്റപ്പ് പോയിട്ട് നമുക്ക് ഏതെല്ലാം വേണ്ടത്, ഇപ്പോൾ ഇതിൽ വെസൽ ഡീറ്റെയിൽ ഏതെല്ലാം വേണ്ടത്, ടണ്ണേജ്, ഇപ്പോൾ വോയേജിൽ ഏതെല്ലാം വേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വരും. പോർട്ട് റൊട്ടേഷൻ ആണ്. ഓക്കെ, അങ്ങനെ. ഇത് വേണ്ടെങ്കിൽ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് പോയി റിസൾട്ട് ഡീറ്റെയിൽ വേണമെങ്കിൽ റിസൾട്ട് ഡീറ്റെയിൽ. ഓക്കെ, കണ്ടെയ്നേഴ്സിനെ കുറിച്ച് വേണം. കണ്ടെയ്നർ ഞെക്കിയിട്ട് ഏതെല്ലാം വേണ്ടത്, ഇത് വേണോ കാർഗോ റീക്യാപ്പ്, ഇത് വേണമെങ്കിൽ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ മൊത്തം വരും. ഇത് വേണം, അങ്ങനെ ഓരോന്ന് ഏതെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ അടിക്കുക. ഇതിപ്പോൾ ഏതാ വേണ്ടാത്ത, ഇത് വേണ്ട, ഫുൾ എംപ്റ്റി എന്നുള്ള സാധനം വേണ്ട. ഫുൾ എംപ്റ്റി എന്നുള്ള സാധനം വേണ്ട. 2-3 പ്രാവശ്യം കയറി എനിക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് മൊത്തം പോകുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ടണ്ണേജ് ഷീറ്റ് വേണം അടിക്കാൻ, വേണ്ടെങ്കിൽ തിരിച്ചെടുക്കുക. അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞു. എന്നിട്ട് പേരിൽ സേവ് ചെയ്യുക. ഏതാണ് ജിതിനാണ് ഏതെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ സേവ് ചെയ്യാം, റീനെയിം. ഇപ്പം ഞാനിത് ചെയ്ത് ഇതെനിക്ക് റീക്യാപ്പ് ചെയ്ത് ഇത് വേണം, ഇതടിച്ച് ഇത് വേണ്ട ഡിലീറ്റ് ചെയ്ത് നമ്പർ ഡിലീറ്റ് ചെയ്യുക. ഇതിപ്പോഴുള്ള സാധനം മൊത്തമായിട്ടാണ് ഡിലീറ്റ് ആകുന്നത്. ക്ലോസ്. അപ്പോൾ മനസ്സിലായില്ലേ? വിൻഡോസിൽ എന്ത് ആവശ്യമുണ്ടെങ്കിൽ പ്രശ്നം വന്നാൽ റീസ്റ്റോർ ഡിഫോൾട്ട് ലേഔട്ട്. കണ്ടെയ്നേഴ്സിൽ തന്നെ ഒന്ന് ഇത് മൊത്തമായിട്ടുള്ള വ്യൂ, പിന്നെ നമ്മളെ വിസിബിലിറ്റിൻ്റെ വ്യൂ, ലോങ് സെക്ഷൻ പോയിൽ വിസിബിലിറ്റി വ്യൂ. ഈ IMO ക്രൈറ്റീരിയ അനുസരിച്ച് 489 ആണ് ഈ വെസലിൻ്റെ. ഇതിൻ്റെ ക്രോസ് ചെയ്യാൻ പാടില്ല വിസിബിലിറ്റി, ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം. ഇപ്പോൾ ഓക്കെയാണ്, വിസിബിലിറ്റി ഓക്കെയാണ്. ഇത് ബ്ലാക്കാണ്. നമ്മൾ ടിയർ വ്യൂ, ടോപ്പ് ഡീൻ, സ്ട്രെങ്ത് അല്ല എത്ര നോക്കണം ആവശ്യമില്ല. സ്റ്റെബിലിറ്റി ഒക്കെ ഇത് സ്റ്റെബിലിറ്റി എല്ലാം ഓക്കെയാണ്. ഇനി സേവ് ചെയ്യുന്നത് സ്ട്രെങ്ത്തിലുള്ളത്. ഇനി സേവ് ചെയ്യണമെങ്കിൽ
ഇവിടെ വരെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ചെക്ക്, പ്രിൻ്റ് എടുക്കണം, ഫിൽട്ടർ റിപ്പോർട്ട് എടുക്കുക, ഫിൽട്ടർ കറണ്ട് പോർട്ടബിലൂടെ പ്രിൻ്റ് എടുക്കണം, ലോഡിങ് പോട്ട് അങ്ങനെയൊക്കെ. റിപ്പോർട്ട് എടുക്കുക, പ്രിൻ്റ് എടുക്കുന്നത് റിപ്പോർട്ട് എടുക്കുക, പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഏത് ഫോട്ടോ ഉണ്ട് ഫോർവേഡ് ലോഡിങ് കറണ്ട് പോർട്ട് ആക്കിയിട്ട് അതിൻ്റെ പ്രിവ്യൂ എടുക്കുക. ഇപ്പോൾ പ്രിവ്യൂ കിട്ടി, പോർട്ടബിൾ ലോഡിങ് കാണില്ല. എന്നിട്ട് ആ ഫയൽ പോവുക, സേവ് ചെയ്യുക. സേവ് അനുസരിച്ചിട്ട് സേവ് അടിച്ച് കഴിഞ്ഞാൽ അത് വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് പ്രിൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കാം. കൺട്രോൾ പ്രിൻ്റ് LP കൊടുക്കുക, ഫോട്ടോ ലോഡ്. കാർ പോയിട്ട് ഡിസ്ചാർജ് നെക്സ്റ്റ് പോട്ട് അല്ലെ കസ്റ്റം ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിം സാധനം തന്നെ വരും. ഓക്കെ, ലെയർ വ്യൂ, ടോപ്പ് വ്യൂ, ലെയർ വ്യൂ, ഓവർ വ്യൂ, വൺ ബൈ. പിന്നെ വരുന്നത് നമുക്ക് എല്ലാ പ്ലാനിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ സേവ് ചെയ്യണം. എല്ലാ പ്ലാനും സേവ് ചെയ്യണം. 4 കണ്ട് സേവ് എടുക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ആൻഡ് വോയേജ്, അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ സേവ് ചെയ്യുന്ന STB ഫയൽ മാത്രമാണ് സേവ് ചെയ്യുക. ഇത് ഡെസ്ക്ടോപ്പിൽ കാണിച്ചാൽ സേവ് ചെയ്യുന്നത്. അതായത് നമ്മൾ ടാങ്ക് കണ്ടീഷൻ മാത്രം ഇപ്പോൾ സേവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് STB ഫയൽ അത് കമ്പനിക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ STB ഫയൽ. പിന്നെ പറഞ്ഞാൽ മൊത്തമായിട്ടുള്ള സേവ്, പിന്നെ ഡിസ്ചാർജ് പോട്ടും, പിന്നെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള പ്രിൻ്റ് ബൈ PDF ബൈ കോൺഫിഗറേഷൻ ഏതെല്ലാം വേണ്ടോ നോക്കിയിട്ട് അത് അതൊക്കെയാണ് ഇതിലുള്ള. വേറെ ഇപ്പം മെയിനായിട്ടൊന്നുമില്ല. ശരി എന്നാൽ ഓക്കെ. പിന്നെ ഇത് നോക്കണം, ഇത് ഒരു പ്ലാൻ വന്നാൽ നമ്മൾ ഇത് നോക്കാൻ വിടരുത്. സ്റ്റാക്ക് വെയിറ്റ് ഇതല്ല. അപ്പോൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഓപ്ഷൻ വരും, സ്റ്റാക്ക് വെയിറ്റ് ഏതെങ്കിലും എക്സീഡ് ആവുന്നുണ്ടോ. ഇപ്പം വെയിറ്റ് ഇത്രയാണ്, സ്റ്റാക്ക് വെയിറ്റ് 120 120 ഇവിടെ നിന്നും സ്റ്റാക്ക് വെയിറ്റ് ഓവറാകുന്നില്ല. അപ്പോൾ അത് നോക്കണം നമ്മൾ. ഇപ്പോൾ ഇതിനൊക്കെ പെർമിസിബിൾ സ്റ്റാക്ക് വെയിറ്റ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും എക്സീഡാ ഇവിടെ 90, അത് ഏതാ ബേ നോക്കണം. ബേ 23. അപ്പോൾ ബേ 23 4 വെയിറ്റ് 90, മാക്സിമം വെയിറ്റ് 120. പ്രശ്നമല്ല, നോക്കാം. ബേ ഏതേനും ബേ 24, ബേ 23 24 പോവുക. 4 ഉണ്ടോ മാക്സിമം. ഇവിടെ ഏതാ റെഡ് ഉണ്ടെങ്കിൽ കാണിക്കും ഇതുപോലെ. ഇതുണ്ടോ റെഡ് അടിയിൽ പെർമിസിബിൾ വെയിറ്റ്. ഇത് 90 വരെ, മാക്സിമം വെയിറ്റ് 120 വരെ, 90 സ്റ്റാക്ക് വെയിറ്റ് 30. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് സെഗ്രിഗേഷൻ. DG കാർ കണ്ടതാണിത്. DG ഓൺ ബോർഡ് ഒന്നുമില്ല. സെഗ്രിഗേഷൻ ടേബിൾ, ഇതാണ് സെഗ്രിഗേഷൻ ടേബിൾ. 1.1 1.3 1.4 അടുത്തേക്ക് എടുത്തിട്ട് കുറച്ച് അടുത്തേക്ക് എടുത്ത് സെഗ്രിഗേഷൻ ടേബിൾ ഇത് മാത്രം പിക്കലാണ്. ഇതാണ് ഓക്കെ സെഗ്രിഗേഷൻ ടേബിൾ. ഇപ്പോൾ UN നമ്പർ, നമ്മുടെ DG കാർ കൊണ്ട് UN നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവം വരും. ഇതല്ല ക്ലോസ്ഡ് അവേ ഫ്രം, വൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ പെർമിറ്റഡ്, ഓപ്പൺ ഓൺ ടോപ്പ് ഓഫ് ക്ലോസ്ഡ്, അങ്ങനത്തെ ഇതൊക്കെ വരും. ആ സൈഡ് അത് ഓക്കെ.
ചെയ്യുന്ന ഓപ്ഷനാണ്. ആളിപ്പോൾ മെയിനായിട്ടൊന്നുമില്ല ക്ലോസ് സ്റ്റോപ്പ് അതല്ലേ